ദിവസം മുഴുവൻ ഹെൽത്തി ആയിട്ടിരിക്കാൻ ഇനി ഈ ഒരു ഐറ്റം മാത്രം മതി. എന്താണെന്നല്ലേ? പ്രോട്ടീൻ ലഡ്ഡു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ, തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ദിവസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാവുന്ന ഒരു കിഡിലൻ ഐറ്റമാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, ഒരു പാനിലേക്ക് 50 ഗ്രാം ബദാം ഇട്ട് കൊടുക്കുക. കൂടാതെ ഒരു 50 ഗ്രാം കപ്പലണ്ടി, അതായത് നിലക്കടല, 50 ഗ്രാം പിസ്ത, 25 ഗ്രാം കശുവണ്ടി, ഇത്രയും ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5-6 മിനിറ്റ് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. അങ്ങനെ ഇവിടെ ഈ ചേർത്ത് കൊടുത്ത നട്ട്സൊക്കെ മൂത്ത് നല്ലൊരു മണം വന്ന് തുടങ്ങുമ്പോഴേക്കും പിന്നീട് ഇതിലേക്ക് നമുക്ക് 25 ഗ്രാം പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. പൊട്ടുകടല ആദ്യമേ നമുക്ക് ചേർത്ത് കൊടുക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ പൊടിയോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ ബദാമും മറ്റ് ചേരുവകളും എല്ലാം മൂത്ത് വരുന്നതിന് മുൻപ് തന്നെ ഈ പൊടി വളരെ പെട്ടെന്ന് മൂത്ത് കരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാൻ കൂടിയാണ് പൊട്ടുകടല ഒടുവിലായി ചേർത്ത് കൊടുത്തിട്ട് 2 മിനിറ്റ് കൂടി റോസ്റ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ശേഷം നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ചെയ്യേണ്ടത്, ഇതേ പാനിലേക്ക് തന്നെ 25 ഗ്രാം അളവിൽ മത്തങ്ങയുടെ അരി ഉണ്ടല്ലോ, പംകിൻ സീഡ്, അതിട്ട് കൊടുക്കാം. കൂടാതെ 1.5 ടേബിൾ സ്പൂൺ അളവിൽ വാട്ടർമെലൺ സീഡ്, അതായത് തണ്ണീർമത്തൻ്റെ അരി ഉണ്ടല്ലോ, അതുകൂടി ഇട്ട് കൊടുത്തിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനോടകം തന്നെ നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്ത് വെച്ച ബദാമിലെയും കശുവണ്ടിയിലെയും എല്ലാം ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഈ അവസരത്തിൽ നമുക്കിതൊരു ജാറിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. ഇവിടെ പ്രതീക്ഷിച്ചതിലും കൂടുതലായി പൊടിഞ്ഞു പോയിട്ടുണ്ട്. ഇത്രയും പൊടിയേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ എന്ത് തന്നെയായാലും അത് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശേഷം ഈ ജാറൊന്ന് കഴുകിയെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് 150 ഗ്രാം ഈന്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് ഈ ഈന്തപ്പഴത്തിലെ കുരു കളഞ്ഞെടുത്തതിന് ശേഷമുള്ള അളവാണ് കേട്ടോ. അങ്ങനെ ഈ ഡേറ്റ്സ് ജാറിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇതിലേക്ക് ഒരു 150 ml വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചെടുത്ത് ഒരു പാനിലേക്ക് മാറ്റാം. ശേഷം അടുപ്പത്തേക്ക് വെച്ച് ഈ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തുടരെ ഇളക്കി കൊടുക്കുക. ഇവിടെ ഇപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഈന്തപ്പഴം നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ചേർത്ത് കൊടുത്ത വെള്ളം മുഴുവൻ ഏകദേശം ഒന്ന് വറ്റി കിട്ടണം. അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഈ ഈന്തപ്പഴത്തിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് ഇളക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളം ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ആയിട്ട് വറ്റി ഈ ഒരു ഈന്തപ്പഴം ആ പാത്രത്തിൽ നിന്ന് ചെറുതായിട്ട് വിട്ടു തുടങ്ങും. വീഡിയോ മുഴുവനായും കാണണമെന്നുണ്ടെങ്കിൽ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ.